കിതാബാ വായിക്കുന്നത്. ഇനിയും വായിക്കട്ടെ. മുസ്നദു അബീ യഅ്ല. ഇതെന്തിനാ വായിക്കുന്നതെന്ന് അറിയോ? 1 മുടി 2 മുടി 10. ആരാ പറഞ്ഞു 10 മുടിയേ പറ്റുള്ളൂ? ആരാ പറഞ്ഞു 100 മുടിയേ പറ്റുള്ളൂ? വലിയപ്പൻ എന്താ പറയുന്നത് നോക്ക. ഫഖാല ഇഅ്തമറ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ ഉംറ ചെയ്തു. ഫഹലഖ റഅസഹു, മുടി കളഞ്ഞു. ഫബ്തദറന്നാസു ബിശഅറഹു, ജനങ്ങൾ ഇങ്ങനെ ആ മുടിക്ക് വേണ്ടി തിരക്കൂട്ടുണ്ട്. ഫസബഖ്തുഹും ഇലാ നാസിയതിഹി, അപ്പൊ ആ മൂർധാവിന്റെ ഭാഗത്ത് നിന്ന് ഇറങ്ങിയ മുടിക്ക് ഞാൻ മുൻകളന്നു. തിരക്കിയിട്ട് ഒരു ബാരിൽ ഞാൻ വാരി ആ മൂർത്താവുള്ള മുടിയൊക്കെ എനിക്ക് കിട്ടി. മൂർധാവ് മുഴുവനും നിറഞ്ഞു കിടക്കുന്ന മുടിക്ക് എത്ര എണ്ണ ഉണ്ടാവും പറ. അത് തീർത്തും ഭാര്യയും കെടുത്തുകാര് ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു അൻഹു ഇന്നലെ 2 കെട്ടിട്ട് എന്നിട്ടാ പേടിപ്പിക്കുന്നത് ഞങ്ങളെ. അത് 2 കെട്ടായിക്കൂടെ? 3 കെട്ടായിക്കൂടെ? ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഹുദൈബിയ സന്ധി അവിടെ പോയിരുന്നപ്പോ അവിടുന്ന് മുടി കളഞ്ഞു. മുടി അമ്മാർ റളിയല്ലാഹു അൻഹു എന്താ ചെയ്തത്? മുടി കളഞ്ഞിട്ട് അല്ലാഹു റസൂൽ സ്ഥലത്ത് വെച്ചു. അങ്ങനെ തന്നെ പോയിട്ട് ഒരൊറ്റ ബാരലിംഗ് ഭാര്യതാ. എത്ര കെട്ടുണ്ടാവും അത്? നിങ്ങൾ ഇത്തരം വിഷയം കൈകാര്യം ചെയ്ത് സമസ്തന്റെ പേരും പറഞ്ഞിട്ടു. സമസ്ത വലിയ പണ്ഡിത സംഘടനയാ, അത് വലിയൊരു വിഷയ, അതിനാർക്കും തർക്കമില്ല ഇവിടെ. പക്ഷേ നിങ്ങൾ ആലോചിക്കണം, നിങ്ങളെടുത്ത് സമസ്ത ഇല്ല കേട്ടോ. റാണീനെയും പിടിച്ച് നമ്മളിങ്ങ് പോകുന്നതിന് അതാ ഉള്ളാളം തങ്ങള്. അപ്പം തങ്ങളതാണോ അല്ലേന്ന് ഉറക്കണം. അത് ഉറക്കണവരെ അതിന് നമ്മൾ അംഗീകരിക്കൂല. അപ്പൊ ഇനി എന്ത് സെനതയാളെ കൊണ്ടുപോയിട്ട് യാതൊരു ഫലവുമില്ല കേട്ടോ. സെനത് കൊണ്ടുപോയിട്ട് ഒരു ഫലവുമില്ല. നേരത്തെ ആളെ പറഞ്ഞ സെനത് വായിച്ച അസൂയ അങ്ങ് പോകൂലേ? അസൂയ അങ്ങനെ പോകുന്ന സാധനല്ല. അത് അല്ലാഹ് ഖൽബിന്ന് നീക്കി തരണോ കേട്ടോ. സെനത് വായിച്ചാൽ അസൂയ പോകില്ല. ഞാൻ ഇവിടുന്ന് പ്രസംഗിക്കുമ്പോ പറഞ്ഞു, നിങ്ങള് ഒരു ലെവലും ഇല്ലാണ്ട് ഫത്വ കൊടുക്കാണ്. ശംസിയക്കാര് ഇസ്ലാമെന്ന് വർത്താതെ ഒരു ഫത്വ കൊടുത്തു, പിൻവലിച്ചത്. ഷംസിയ ത്വരീഖ് സമസ്തക്കാരെ വിശ്വസിക്കാൻ പറ്റൂല. ഷംസിയ ത്വരീഖത്ത് കാഫറാണ് സമസ്ത തീരുമാനിച്ചു, പിന്നെ സമസ്ത പിൻവലിച്ചു. പിന്നെ എങ്ങനെ അവർ വിശ്വസിക്കാം? നോക്ക് നിങ്ങൾ പറയുന്നത്. ഞാൻ പറഞ്ഞു തീരുമാനിച്ചു. പണ്ടെടുത്ത പോലെ പോണ്ട. കാരണം ശംസിയ ത്വരീഖത്തുകാർ കാഫറാണ് നിങ്ങൾ ഫത്വ കൊടുത്ത്. നിങ്ങളെ സമസ്ത കുറെ കൊല്ലം കഴിഞ്ഞപ്പോ സമസ്ത ഫത്വ പിൻവലിച്ചിരിക്കുന്നു എന്ന് പേപ്പറിൽ ഒരു കൂട്ടരെ കാഫറാക്കി, എന്നിട്ടത് പിൻവലിച്ചു. ഇങ്ങനത്തെ ഒരു ഗതികേട് സമസ്തക്കില്ല. ഇങ്ങനത്തെ ഒരു ഗതികേട് അവരെ സമസ്തക്കില്ല എന്നാ പറയണത്. അതായത് ഷംസിയ ത്വരീഖത്ത് കാഫറാണ് നമ്മളെ സമസ്ത ഫത്വ കൊടുത്തു, എന്നിട്ട് സമസ്ത പിൻവലിച്ചു. പടച്ചോനെ, ഇങ്ങനെ കള്ളത്തരം എന്തിനാ? സമസ്തന്റെ മിൻസ് രേഖപ്പെടുത്തപ്പെട്ട കാര്യല്ലേ? ബാക്കി കളവുകളൊക്കെ പറഞ്ഞ് അങ്ങനെ പോകുന്നു വിചാരിക്കുക. ഇത് റെക്കോർഡുള്ളതല്ല. ഞാനിത് കേട്ടിട്ട് ഞാൻ ഉടനെ ചെറുശിരസ്ഥാനെ വിളിച്ചു. ചെറുശിരസ്ഥാൻ അങ്ങനെ അല്ല, നിങ്ങൾ മിൻസ് ഒന്ന് നോക്കണെന്ന് പറഞ്ഞു. ഞാൻ ചേളാരിയുമായി ബന്ധപ്പെട്ടു. ഇതാ കൃത്യമായി മിനിറ്റ്സ് എഴുതി വെച്ചിരിക്കുന്നു. 8/8/85 ഷംസുൽമനെ ഈ ത്വരീഖത്തിനെ കുറിച്ച് തീരുമാനമെടുത്ത ഷംസിയ ത്വരീഖത്തിനെ കുറിച്ച് മിനിറ്റ്സുള്ള വാക്ക് കേൾക്കണോ? ആൻഡ്രോത്ത് ദ്വീപുകാരനായ പൂക്കോയത്തങ്ങൾ എന്നയാൾ പ്രചരിപ്പിച്ചു വരുന്ന ഷംസിയ ത്വരീഖത്തിനെ കുറിച്ച് വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിച്ച കത്തുകൾ വായിക്കുകയും പ്രസ്തുത ത്വരീഖത്ത് തെറ്റായതും വഴി പിഴച്ചതും ആകയാൽ മുസ്ലിങ്ങൾ അതുമായി ബന്ധപ്പെടാനോ സഹകരിക്കാനോ പാടില്ലെന്നും തീരുമാനിച്ചു. എന്നാ ഞാൻ പറയട്ടെ, സൈനുദ്ദീൻ മൗലവിയെ വിളിച്ചിട്ട് ഒരു കാര്യമില്ല. അതിനാരെയാ വിളിക്കണ്ടെന്നറിയോ? ആ ഫത്വ പോയത് ചേളാരിന്നല്ല, നിങ്ങളെ സമസ്തന്റെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയാ ഫത്വ കൊടുത്തത്. അവിടെയാ വിളിക്കണ്ടേ. അത് ശരി, നല്ല കോളായി. ദുബായി പോയ ഒരാളെ ഖത്തറിലാ വിളിക്കുന്നത്. എന്റെ പേരോട് കളവ് പറഞ്ഞോ? എന്നാ കാണണം നിങ്ങൾക്ക്. ഇതെന്താ പത്രോ? ഉത്തരദേശം. ഞാൻ കളവ് പറഞ്ഞല്ലേ? ഉത്തരദേശം 2000 ജൂൺ 19 തിങ്കൾ 6 വർഷത്തിന് ശേഷം ഫത്വ പിൻവലിച്ചു. കാസർഗോഡ് മൊഗ്രാൽ പുത്തൂര് ജമാഅത്തിലെ ഒരു വിഭാഗത്തിനെതിരെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജില്ലാ കമ്മിറ്റി പുറപ്പെടുവിച്ച ഫത്വ 6 വർഷത്തിനു ശേഷം പിൻവലിച്ചു. ഇത് സംബന്ധിച്ച് കോടതിയിൽ നിലവിലുണ്ടായിരുന്ന കേസ് ഒത്തുതീർപ്പിലെത്തി. 94 ഡിസംബർ 21 ഫസൽ പൂക്കോയ തങ്ങൾ PP ഖലീൽ എന്നിവർ നേതൃത്വം നൽകിയ തരീഖത്ത് പിന്തുടരുന്നതിന്റെ പേരിൽ ജമാഅത്തിന്റെ പരിധിയിലെ ചിലർക്കെതിരെ ഫത്വ പുറപ്പെടുവിച്ചത്. നടപടിക്കെതിരെ സമസ്ത ജില്ലാ പ്രസിഡന്റ് CM അബ്ദുള്ള, ശേഷം 4-ാം പേജിൽ അബ്ദുള്ള മൗലവി മൊഗ്രാൽ പുത്തൂർ ജമാഅത്ത് പ്രസിഡന്റായിരുന്ന
പി കുഞ്ഞിമാഹിൻ കുട്ടി തുടങ്ങിയവരെ എതിർകക്ഷികളാക്കി മൊഗ്രാൽ പുത്തൂരിലെ PB അബ്ദുറഹ്മാൻ കാസർകോട് CJM കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരുന്നു. സംയുക്ത ജമാഅത്ത് പ്രസിഡന്റ് KS അബ്ദുള്ള, KC മാഹിൻ, KPK തങ്ങൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ ഈ കേസും പിൻവലിക്കാൻ ധാരണയായി. നിങ്ങളൊരു ഫത്വ കൊടുത്തിട്ട് നാട്ടിൽ കുഴപ്പമുണ്ടായി. എത്ര കുഴപ്പമെന്നറിയോ? കണ്ടോ? എത്ര കുഴപ്പമെന്നറിയോ? പറഞ്ഞു തരാം. കണ്ടോ? മൊഗ്രാൽ പുത്തൂർ ജമാഅത്തിലെ ഫത്വ വിവാദമായി 95 പത്രം. പിന്നെ ഇനി കേട്ടോളെ, മൊഗ്രാൽ പുത്തൂരിൽ സുന്നി തരീഖത്ത് തർക്കം, കത്തിക്കുത്തും മർദ്ദനവും. ഫത്വ പ്രശ്നം 9 പേർക്ക് പരിക്ക്, ആശുപത്രി ജീവക്കാരന് പോലീസ് മർദ്ദനം. ഈ ഫത്വ 3 പേര് കൂടി ആശുപത്രിയിൽ. ഫത്വ പ്രശ്നം 2 കേസ് രജിസ്റ്റർ ചെയ്തു. മൊഗ്രാൽ പുത്തൂർ പള്ളി പ്രശ്നം ഇരുവിഭാഗവും യോജിപ്പിനില്ല. ഇതൊക്കെ ഓരോ ഹെഡിങ് ആ പത്രത്തിന്റെ. നിങ്ങളൊരു ഫത്വ കൊടുത്തിട്ടുണ്ടാക്കി നാശാണ് ഇതൊരു മഹലിൽ. എന്നിട്ടോ ആ ഫത്വ ആർക്കെതിരെ? ശംസിയാത്തിരിക്കെതിരെ. അവർ നല്ല കൂട്ടറൊന്നല്ലോ. അവർക്കെതിരെ കണ്ണിയത്ത് ഉസ്താദ്, EK ഉസ്താദ്, AP ഉസ്താദും കൂടി മുമ്പ് തീരുമാനം എടുത്തതാ. EK ഹസൻ മുസ്ലിയാർ ഒക്കെ അതിനെതിരെ എത്രയോ പ്രസംഗിച്ചതാണ്. അതിലൊന്നും തർക്കമില്ല ഇവിടെ. പക്ഷേ ഇവരെന്തേ ഫത്വ കൊടുത്തത്? അവരെ ലെറ്റർ ഹെഡില് ഫത്വ മൊഗ്രാൽ പുത്തൂർ ജമാഅത്ത് പ്രസിഡന്റ് എന്നിട്ട് ഏകകണ്ഠമായി എടുത്ത തീരുമാനം പറയാ. 21/12/94 ചേർന്ന ജില്ലാ ജമിയത്തുൽ ഉലമ ചർച്ച ചെയ്യുകയും താഴെ പറയുന്ന തീരുമാനം ഏകകണ്ഠമായി എടുക്കുകയും ചെയ്തു. കത്തിൽ പറഞ്ഞ അന്ത്രോത്ത് ദ്വീപുകാരനായ PP ഫസൽ ഫൂക്കോയ എന്ന ആൾ നേതൃത്വം നൽകിയതും ഇപ്പോൾ PP ഖലീൽ നേതൃത്വം നൽകുന്നതുമായ തരീഖത്ത് പിൻപറ്റുന്നവർ പിഴച്ചവരും ആ തരീഖത്ത് ഇസ്ലാമിന് പുറത്തുമാണ്. അവരോട് യാതൊരുവിധ സഹകരണവും പാടുള്ളതല്ല. അപ്പൊ ഇവരെ ഇസ്ലാമിന്റെ പുറത്താക്കുന്ന ഫത്വ കൊടുത്ത് പിഴച്ചതാണ് എന്നുള്ളത് ഓക്കെ. അങ്ങനെ ഫത്വ കൊടുത്തപ്പോ കുഴപ്പമുണ്ടായത്, കത്തിക്കുട്ടുണ്ടായത്, പ്രശ്നം ഉണ്ടായത്, അപ്പൊ കേസായത്. അവസാനം 6 കൊല്ലം കഴിഞ്ഞപ്പോ ഇനി കണ്ടോ, നിങ്ങളെ ഫത്വ കമ്മിറ്റിയുടെ ലെറ്റർ ഹെഡ് തന്നെ ഇതാ പിന്നെ പിൻവലിക്കുന്നത്. മൊഗ്രാൽ പുത്തൂർ ജമാഅത്ത് മുൻ പ്രസിഡന്റ് P കുഞ്ഞിമാഹിൻ കുട്ടി 13/12/94 സമസ്ത കാസർകോട് ജില്ലാ കമ്മിറ്റിക്ക് എന്ന കത്തിലെ പരാമർശം ബന്ധപ്പെട്ട കക്ഷികളെ വിസ്തരിക്കാതെയാണെന്ന് അയാൾ തന്ന വിശദീകരണ പ്രകാരം ബോധ്യപ്പെട്ടതിനാൽ ഇത് സംബന്ധിച്ച് 21/12/94 ജമിയത്തുൽ ഉലമ എടുത്ത തീരുമാനം ഇതിനാൽ പിൻവലിച്ചിരിക്കുന്നു. അപ്പൊ ആദ്യം വിചാരണ ചെയ്യാതെ എടുത്ത ഫത്വ അതാ പിൻവലിക്കേണ്ടി വന്നത്. ഇതുപോലെ നിങ്ങളിപ്പോ തീരുമാനങ്ങൾ പലതും പറയുന്നുണ്ട്. പഠിക്കാതെ പറഞ്ഞാൽ പിൻവലിക്കേണ്ടി വരും. അതാ പിൻവലിക്കേണ്ടി വന്നത്. 6 കൊല്ലം കഴിഞ്ഞിട്ട് പഠിച്ചിട്ട് പറയണോ? സെക്രട്ടറി ഒപ്പിട്ടുള്ള ലെറ്റർ ഹെഡിലുള്ളതായത് നിഷേധിക്കാൻ കഴിഞ്ഞിട്ട് ഞാനിവിടെ കളവ് പറഞ്ഞു എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ആ പരിപാടി നമുക്കില്ലട്ടോ. അത് ഉള്ളോ എനിക്ക് അങ്ങനെ തോന്നും. അവനവൻ തിന്നത് അവനവൻ ചൊല്ലും.